ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. അബദ്ധത്തിൽ അതിർത്തി കടന്നതിന് പാക് സേന കസ്റ്റഡിയിലെടുത്ത BSF ജവാനെ വിട്ടയച്ചു. അട്ടാരി അതിർത്തി വഴിയാണ് പശ്ചിമ ബംഗാൾ സ്വദേശി പൂർണം കുമാർ ഷായെ കൈമാറിയത്. ഇന്ത്യൻ കസ്റ്റഡിയിലായിരുന്ന പാക് സൈനികനെയും കൈമാറിയിട്ടുണ്ട്. ആശങ്കകൾക്കൊടുവിൽ പൂർണം കുമാർ ഷായുടെ കുടുംബത്തിന്റെ കാത്തിരിപ്പിന് വിരാമം. ഗർഭിണിയായ ഭാര്യ രജനിക്കും 7 വയസ്സുള്ള മകനും സന്തോഷത്തിന്റെ ദിനം. 20 ദിവസത്തിന് ശേഷമാണ് BSF ജവാനെ പാകിസ്ഥാൻ വിട്ടയച്ചത്. പഞ്ചാബിലെ ഫിറോസ്പൂരിൽ അന്താരാഷ്ട്ര അതിർത്തി അബദ്ധത്തിൽ മറികടന്ന പൂർണം കുമാർ ഷായെ പാക് റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഏപ്രിൽ 23-നായിരുന്നു സംഭവം. അതിർത്തിയിൽ കർഷകരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജവാൻ പിടിയിലായത്. സമീപത്തെ മരച്ചുവട്ടിൽ വിശ്രമിക്കുമ്പോഴായിരുന്നു അതിർത്തി കടന്നെന്നാരോപിച്ച് പാക് റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുത്തത്. ഇരു രാജ്യങ്ങളുടെയും ഫ്ളാഗ് മീറ്റിംഗിൽ മോചനം ചർച്ചയായിരുന്നെങ്കിലും അതിർത്തി അശാന്തമായതോടെ ചർച്ചകൾ നിലച്ചു. ഇരു രാജ്യങ്ങൾ തമ്മിൽ വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നതിന് പിന്നാലെയാണ് ജവാന്റെ മോചനം സാധ്യമായത്. ഇന്ത്യൻ കസ്റ്റഡിയിലായിരുന്ന പാക് റേഞ്ചറെയും വിട്ടയച്ചു. 24 ഡൽഹി. ഇന്ത്യ പാക് വെടിനിർത്തൽ സാഹചര്യങ്ങൾ ചർച്ച ചെയ്ത് കേന്ദ്രമന്ത്രിസഭാ സുരക്ഷാ സമിതി. യോഗത്തിന് ശേഷം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരുമായി പ്രധാനമന്ത്രി പ്രത്യേകം ചർച്ച നടത്തി. കേന്ദ്രമന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ച് 3 മണിക്ക് വാർത്താ സമ്മേളനമുണ്ട്. ഇന്ന് ചേരുന്ന DGMO തല ചർച്ചയിൽ കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടായേക്കും. അതേസമയം സംയുക്ത സൈനിക മേധാവിയും 3 സേനാ വിഭാഗം തലവന്മാരും രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ഡൽഹിയിൽ നിന്ന് R. അച്യുതൻ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അച്യുതൻ, ഇന്നത്തെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, പ്രധാനപ്പെട്ട യോഗങ്ങൾ, ഒന്ന് കേന്ദ്രമന്ത്രിസഭ യോഗം ചേർന്നു, സുരക്ഷാകാര്യ സമിതി യോഗം ചേർന്നു, ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സാഹചര്യങ്ങൾ വിലയിരുത്തി. കൂടുതൽ തീരുമാനങ്ങൾ ഇന്ന് എടുത്തിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടോ? 3 മണിക്കാണല്ലോ വാർത്താ സമ്മേളനം. എന്താണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ? വിജയകുമാർ, ഇന്ന് 11 മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര മന്ത്രിസഭ സുരക്ഷാകാര്യ സമിതിയുടെ യോഗം ചേർന്നത്. ഈ യോഗത്തിൽ അതിർത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലവിലെ അതിർത്തിയിലെ സാഹചര്യം, ഒപ്പം വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം സ്വീകരിച്ചിരിക്കുന്ന മറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചർച്ചയായത്. ഭീകരവാദത്തിനെതിരെ ഇനിയുള്ള ഭാവിയിലെ തുടർ നയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നിലപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയായതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് നിലവിൽ എന്തൊക്കെ തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കണം എന്നതും ഇതിൽ തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യത്തെ നിലവിലെ സുരക്ഷാ സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വിലയിരുത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ചില നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതായുള്ള സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട റഷ്യയെ സമീപിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ അത്തരത്തിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി സംബന്ധിച്ചുള്ള നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടതായാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൻ്റെ എടുത്ത് സ്വീകരിച്ച തീരുമാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് എന്തായാലും വിശദമായൊരു വാർത്താ സമ്മേളനം 3 മണിക്ക് നടത്തുന്നുണ്ട്. അതിൽ കൃത്യമായി എന്തൊക്കെയാണ് സ്വീകരിച്ചിരിക്കുന്ന തീരുമാനങ്ങൾ എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരും. നിലവിൽ പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് തീവ്രവാദം പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല രാജ്യം എന്നതാണ്. അത് നയതന്ത്രപരമായിട്ടാണെങ്കിലും അതല്ലാതെയാണെങ്കിലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും രാജ്യം തയ്യാറല്ല എന്നത് ഇന്ന് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ഒരു തുടർ നീക്കങ്ങൾ അത് രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഒപ്പം തന്നെ ഈ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ഒരു പ്രത്യേക കൂടിക്കാഴ്ച നടത്തുകയും ഉണ്ടായി. അതും നിലവിലെ സുരക്ഷാ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത് അവലോകനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് അത്തരം നടപടികളിലേക്ക് കൂടി കടന്നിരിക്കുന്നത്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഇരു രാജ്യങ്ങളുടെയും DGMO തല ചർച്ചകൾ നടക്കാനിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായൊരു നിലപാട് രാജ്യം പാകിസ്ഥാനെ അറിയിക്കും. എന്താണ് നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്, ഭാവിയിൽ സ്വീകരിക്കാൻ പോകുന്ന നയങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യത്തിൽ കൂടിയുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജയകുമാർ. 3 മണിക്ക് എന്തൊക്കെയാണ് കേന്ദ്രമന്ത്രിസഭാ തീരുമാനങ്ങൾ എന്നത് സംബന്ധിച്ചൊരു വാർത്താ സമ്മേളനം ഡൽഹിയിൽ നടക്കുന്നുണ്ട്. ഇന്നത്തെ 2 പ്രധാനപ്പെട്ട യോഗങ്ങൾ, കേന്ദ്രമന്ത്രിസഭാ സമിതി സുരക്ഷാ കാര്യങ്ങൾക്കുള്ള സമിതി യോഗവും ഒപ്പം കേന്ദ്രമന്ത്രിസഭാ യോഗവുമുണ്ട്. 2 യോഗങ്ങളുടെയും തീരുമാനങ്ങൾ ഇന്ന് 3 മണിക്ക് വിശദീകരിക്കുകയാണ്. R. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യൻ ആക്രമണത്തിൽ പാക് വ്യോമസേനയ്ക്ക് കനത്ത നാശനഷ്ടമെന്ന് റിപ്പോർട്ടുകൾ. പാക് വ്യോമസേനയുടെ 20% അടിസ്ഥാന സൗകര്യങ്ങൾ നശിച്ചു എന്നാണ് കണക്ക്. F-16, JF-17 ഉൾപ്പെടെ പാക് വ്യോമസേന യുദ്ധവിമാനങ്ങൾ നശിച്ചതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു.
പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ സൈനിക താവളങ്ങളും ജനവാസ പ്രദേശങ്ങളും ആക്രമിക്കാനുള്ള ശ്രമത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനിലെ സർഗോദ, ബൊളാരി വ്യോമതാവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചു. പാകിസ്ഥാൻ വ്യോമസേനയുടെ 20% അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിച്ചു. വ്യോമതാവളത്തിലുണ്ടായിരുന്ന F-16, JF-17 യുദ്ധവിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചുവെന്നുമാണ് വിവരം. ബൊളാരി വ്യോമതാവളത്തിൽ നടന്ന ആക്രമണത്തിൽ സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫും 4 വ്യോമസേന അംഗങ്ങളും ഉൾപ്പെടെ 50-ലധികം പേർ കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യൻ ആക്രമണത്തിൽ നിരവധി ഭീകര ബങ്കറുകളും പാകിസ്ഥാൻ സൈനിക ഇൻസ്റ്റാളേഷനുകളും തകർന്നു. ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ DS റാണ ഇന്നലെ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയുള്ള വിവരങ്ങൾ 70 രാജ്യങ്ങളിലെ നയതന്ത്ര അറ്റാഷേമാരുമായി പങ്കുവച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേര് മാറ്റാനുള്ള ചൈനയുടെ ശ്രമത്തെ ശക്തമായി എതിർത്ത് ഇന്ത്യ. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും പേരുമാറ്റം യാഥാർത്ഥ്യങ്ങളെ ഇല്ലാതാക്കില്ല എന്നുമാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. അതിനിടെ പാക് അനുകൂല പ്രചാരണം നടത്തിയതിന് ചൈനയുടെയും തുർക്കിയുടെയും വാർത്താ ഏജൻസികളുടെ എക്സ് അക്കൗണ്ടുകൾക്ക് ഇന്ത്യയിൽ വിലക്കേർപ്പെടുത്തി. അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങൾക്ക് പേരുമാറ്റാനുള്ള ചൈനയുടെ നീക്കത്തെ അസംബന്ധമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചത്. ചൈനയുടെ നീക്കത്തെ ശക്തമായി എതിർക്കുന്നുവെന്നും ഇന്ത്യ നിലപാട് അറിയിച്ചു. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. യാഥാർത്ഥ്യത്തെ നിഷേധിക്കാൻ കഴിയില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. 2024 ചൈന അരുണാചൽ പ്രദേശിലെ 30 സ്ഥലങ്ങൾക്ക് പുതിയ പേരുകൾ നൽകിയിരുന്നു. ചൈന അവകാശവാദം ഉന്നയിക്കുന്ന അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ ചൈനീസ് പേരുകളുടെ പട്ടിക ബെയ്ജിംഗ് വീണ്ടും പുറത്തിറക്കിയതിന് പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയത്. ഇന്ത്യ പാക് സംഘർഷ സമയത്ത് പാക് സ്പോൺസർ പ്രചാരണം നടത്തിയ ചൈനയുടെയും തുർക്കിയുടെയും വാർത്താ മാധ്യമങ്ങൾക്കെതിരെ ഇന്ത്യ നടപടി സ്വീകരിച്ചു. ചൈനീസ് പത്രം ഗ്ലോബൽ ടൈംസിന്റെ ഇന്ത്യയിലെ എക്സ് അക്കൗണ്ടിന് വിലക്കേർപ്പെടുത്തി. ചൈനയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സിൻഹുവ ന്യൂസിനെയും രാജ്യത്ത് നിരോധിച്ചു. തുർക്കിയുടെ പബ്ലിക് ബ്രോഡ്കാസ്റ്റായ TRT വേൾഡിനെതിരെയാണ് നടപടി. TRT വേൾഡിന്റെ രാജ്യത്തെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ നിരോധിച്ചു. സമൂഹമാധ്യമങ്ങളിലൂടെ പാക് അനുകൂല പ്രചാരണം വ്യാപകമായി നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇന്ത്യയുടെ നടപടി. കൂടുതൽ സമൂഹമാധ്യമ അക്കൗണ്ടുകളും നിരീക്ഷിച്ചു വരികയാണ്. 24 ഡൽഹി. വെടിനിർത്തൽ ധാരണയായെങ്കിലും ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്നത് നിരവധി കുട്ടികളാണ്. ജമ്മുകാശ്മീരിലെ അതിർത്തി ജില്ലകളിൽ ഇനിയും സ്കൂളുകൾ തുറന്നിട്ടില്ല. സ്കൂളുകളിലേക്ക് മടങ്ങുന്നതും കാത്തിരിക്കുകയാണ് സംഘർഷത്തിന്റെ ഇരകളായ ഈ കുട്ടികൾ. ജമ്മുവിലെ അഭയാർത്ഥി ക്യാമ്പിലെത്തി ശ്രീനാഥ് ചന്ദ്രനും ക്യാമറമാൻ മോഹൻകുമാറും തയ്യാറാക്കിയ റിപ്പോർട്ട്. विनय कुमार कौन सा क्लास में पढ़ता है? 8th. अच्छा, स्कूल में जाना है ना वापस? हाँ पसंद है स्कूल जाना? हाँ, क्यों? वहाँ पर शिक्षा मिलती है. शिक्षण मिलती है. വെടിനിർത്തൽ യാഥാർത്ഥ്യമായെങ്കിലും ജീവിതത്തിലെ അനിശ്ചിതത്വം മാറാത്ത മുഖങ്ങളിൽ ഒന്നാണിത്. അമ്മയ്ക്കും അച്ഛനും കുഞ്ഞു പെങ്ങൾക്കുമൊപ്പം 8 ദിവസം മുമ്പാണ് കുഞ്ഞു വിനയ് ക്യാമ്പിലേക്ക് വന്നത്. क्या नाम है तुम्हारा? मेरा नाम विनय. हाँ. दादी, दादी? मम्मी हाँ. और बहन, छोटी बहन. और पापा? पापा घर पे हैं. घर पे गए? हाँ. अच्छा, अभी इधर आके कितने दिन हो गया? हमें 8 दिन. 8 दिन. अच्छा. ജമ്മു നഗരത്തോട് ചേർന്ന് തന്നെയുള്ള ഒരു ക്യാമ്പാണിത്. 100 കണക്കിന് സ്ത്രീകളും കുട്ടികളും ഇപ്പോഴും ക്യാമ്പിലുണ്ട്. പുരുഷന്മാർ പകൽ അതിർത്തിയിലെ വീടുകൾ ചെന്ന് നോക്കും. മടങ്ങി വന്ന് വിവരങ്ങൾ പറയും. ജീവിതത്തിലേക്കുള്ള മടക്കം പക്ഷേ എളുപ്പമല്ല. वापस जाने के लिए तो लोग तो बोल रहे हैं पीछे काम है अपना, जिम्मेदारी करते हैं सारे लोग, मगर प्रशासन जो है जैसे वो DC जी या तहसीलदार साहब बोलेंगे तो तभी जब वापस जाएंगे ना. बॉर्डर पर वायलेशन होती रहती है, बार बार ये ऐसे ही भागते हैं मेरे, तो इनके पास पैसा कहाँ से आएगा, कोई काम क्या करेंगे ये. ജമ്മു അടക്കമുള്ള അതിർത്തി പ്രവിശ്യകളിൽ സ്കൂളുകൾ ഇനിയും തുറന്നിട്ടില്ല. മറ്റിടങ്ങളിൽ തുറന്നെങ്കിലും ഹാജർ കുറവാണ്. നാളെയുടെ പ്രതീക്ഷകളിലാണ് ഭയം തളം കെട്ടിക്കിടക്കുന്നത്. യുദ്ധമടക്കം സംഘർഷങ്ങളുടെ പ്രധാന ഇരകൾ സ്ത്രീകളും കുട്ടികളുമൊക്കെയാണ്. ക്യാമ്പ് ജീവിതം അവസാനിച്ചാലും സാധാരണ ജീവിതം എന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് എളുപ്പമായില്ല. ജമ്മുവിൽ നിന്നും മോഹൻകുമാറിനൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ഇനി ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. തിരുവനന്തപുരത്ത് യുവ അഭിഭാഷകയെ മർദ്ദിച്ച അഭിഭാഷകൻ ബെയിൽദാസിനെ പിടികൂടാനാകാതെ പോലീസ്. നീതി ലഭിക്കും വരെ ശക്തമായി പോരാടുമെന്ന് മർദ്ദനത്തിനിരയായ അഡ്വക്കേറ്റ് ശ്യാമിലി പറഞ്ഞു. ഒളിവിലിരുന്ന മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കങ്ങളും ബെയിൽദാസ് തുടങ്ങി. ബെയിൽദാസിന്റെ ക്രൂരമർദ്ദനത്തിനിരയായ അഡ്വക്കേറ്റ് ശ്യാമിലി
തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ തേടി. മുഖത്തേറ്റ അടിയുടെ ആഘാതം കണ്ണിനും പല്ലുകൾക്കും ഗുരുതര പ്രഹരമേൽപ്പിച്ചെന്ന് ഡോക്ടർമാർ. ഗർഭിണിയായിരുന്ന കാലത്തും മർദ്ദനമേറ്റിരുന്നെന്ന് അഡ്വക്കേറ്റ് ശ്യാമിലി വെളിപ്പെടുത്തി. എത്രയും പെട്ടെന്ന് നീതി കിട്ടണമെന്നുള്ള രീതി തന്നെയാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. മുൻപ് മർദ്ദിച്ചിട്ടുണ്ട്, അത് ഇത്രയ്ക്കും റോസ്റ്റല്ല, അത് മർദ്ദനം മുഖത്ത് കൈവച്ചു, അതുകൊണ്ടാണ് ഞാൻ അടിച്ചു എന്ന് പറഞ്ഞത്. ഗർഭിണിയായിരുന്ന സമയത്താണ്. നീതി ലഭിക്കും വരെ പോരാടുമെന്ന ശ്യാമിലിയുടെ കുടുംബം. മർദ്ദനത്തെ തുടർന്ന് ഭക്ഷണം പോലും കഴിക്കാനാവാത്ത ദുരവസ്ഥയെന്ന മാതാവ് വസന്ത 24-നോട്. നല്ല പാട്, ഇന്നലെ മുതൽ ഒരു വെള്ളം പോലും കുടിച്ചിട്ടില്ല, കുഞ്ഞിന് പാല് പോലും കൊടുക്കാൻ വയ്യാത്ത അവസ്ഥ. എന്ത് നടപടി, അയാൾക്ക് വേണ്ടെന്ന ശിക്ഷ തന്നെ കൊടുക്കണം. ഒളിവിൽ പോയ ബെയിലിനെ പിടികൂടാനാവാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. മർദ്ദനത്തിനു ശേഷം 2 മണിക്കൂറോളം ഇയാൾ ഓഫീസിലുണ്ടായിരുന്നെങ്കിലും ബാർ അസോസിയേഷന്റെ എതിർപ്പിനെ തുടർന്നാണ് കസ്റ്റഡി എടുക്കാൻ കഴിയാതിരുന്നത്. അഭിഭാഷകർ ബെയിലിനെ പിന്തുണയ്ക്കരുതെന്ന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. ഈ അഭിഭാഷകനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആരുടെയും ഒരു പിന്തുണ ഉണ്ടാവരുത് എന്നുള്ള അഭ്യർത്ഥന കൂടിയുണ്ട്. കേസിൽ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങളും അഡ്വക്കേറ്റ് ബെയിൽദാസ് ആരംഭിച്ചു. 24 തിരുവനന്തപുരം. PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും പെൻഷൻ തുകയിൽ വൻ വർധനയുണ്ടാകും. സർക്കാർ ജീവനക്കാരായി ജോലി ചെയ്ത ശേഷം PSC അംഗമോ ചെയർമാനോ ആകുന്നവർക്കാണ് വലിയ തുക പെൻഷനായി ലഭിക്കുക. സർക്കാർ ജീവനക്കാരായി ജോലി ചെയ്ത കാലഘട്ടം കൂടി കണക്കാക്കി PSC അംഗങ്ങൾക്ക് പെൻഷൻ നൽകാനാണ് സർക്കാർ ഉത്തരവ്. 24 എക്സ്ക്ലൂസീവ്. നിയമപ്രകാരം സർക്കാർ ജീവനക്കാരനായിരുന്ന ഒരാൾ PSC അംഗമായാൽ അവർ PSC പെൻഷനിലോ സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന പെൻഷനിലോ ഒന്ന് മാത്രമേ തിരഞ്ഞെടുക്കാൻ കഴിയൂ. ഇതിൽ മാറ്റം വരുത്തിയാണ് സർക്കാർ ഉത്തരവിറക്കിയത്. ഇനി മുതൽ സർക്കാർ ജീവനക്കാരനായിരുന്ന ഒരാൾ PSC അംഗമായാൽ സർക്കാർ സർവീസ് കാലഘട്ടം കൂടി കണക്കാക്കി പെൻഷൻ നൽകും. ആവശ്യപ്പെടുന്ന എല്ലാവർക്കും ഈ രീതിയിൽ പെൻഷൻ അനുവദിച്ച് നൽകാനാണ് സർക്കാർ ഉത്തരവ്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് സർക്കാർ തീരുമാനമെടുത്തത്. മുൻപ് PSC അംഗമായിരുന്ന ആളുകൾക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പെൻഷൻ ഉയർന്ന പോസ്റ്റിൽ കൂടുതൽ കാലം സർക്കാർ ജോലിയിൽ ഇരുന്നാൽ ലഭിക്കുമായിരുന്നു. അതിനാൽ PSC അംഗമായാൽ പലരും PSC പെൻഷന് പകരം സർവീസ് പെൻഷൻ തിരഞ്ഞെടുത്തു. എന്നാൽ ഇപ്പോൾ PSC അംഗങ്ങൾക്കും ചെയർമാനും അടക്കമുള്ള പെൻഷൻ തുക കുത്തനെ ഉയർത്തി. ഇതോടെ മുൻപ് സർവീസ് പെൻഷൻ തിരഞ്ഞെടുത്ത മുൻ PSC അംഗങ്ങളായ P ജമീല, ഡോക്ടർ ഗ്രീഷ്മ മാത്യു, ഡോക്ടർ K ഉഷ എന്നിവർ സർവീസ് പെൻഷൻ മാറ്റി PSC പെൻഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു. കോടതി അനുകൂല വിധി നൽകി. എന്നാൽ സർക്കാർ പെൻഷൻ മാറ്റി നൽകുന്നതിനു പകരം ഒരു പടി കൂടി കടന്ന് സർക്കാർ സർവീസ് കാലഘട്ടം കൂടി കണക്കാക്കി പെൻഷൻ നൽകാനാണ് ഉത്തരവിറക്കിയത്. നിലവിലെ ഉയർത്തിയ ശമ്പളം അനുസരിച്ച് 2 ലക്ഷത്തിന് മുകളിൽ തുക 6 വർഷം PSC അംഗമായിരുന്ന ഒരാൾക്ക് പെൻഷനായി ലഭിക്കും. പുതിയ ഉത്തരവ് കൂടി വന്നതോടെ സർക്കാർ ജീവനക്കാരായ PSC അംഗമായ ഒരാൾക്ക് ഇതിലും ഉയർന്ന പെൻഷൻ ലഭിക്കും. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. സുപ്രീം കോടതിയുടെ 52ാം ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് BR ഗവായ് സത്യപ്രതിജ്ഞ ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദളിത് വിഭാഗത്തിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന 2ാമത്തെ വ്യക്തിയാണ് മഹാരാഷ്ട്ര അമരാവതി സ്വദേശിയായ ജസ്റ്റിസ് BR ഗവായ്. കേരള മുൻ ഗവർണറായിരുന്ന RS ഗവായിയുടെ മകനാണ് പുതിയ ചീഫ് ജസ്റ്റിസ്. मैं भूषण रामकृष्ण गवई जो भारत के उच्चतम न्यायालय का मुख्य न्यायमूर्ति नियुक्त हुआ हूं, सत्यनिष्ठा से प्रतिज्ञा करता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. രാഷ്ട്രപതി ഭവനിലെ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. കേരള മുൻ ഗവർണർ RS ഗവായിയുടെ മകനാണ് ഭൂഷണൻ രാമകൃഷ്ണ ഗവായി എന്ന BR ഗവായ്. 16 വർഷക്കാലത്തോളം ബോംബെ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന BR ഗവായ് 2019 സുപ്രീം കോടതി ജഡ്ജിയായി ഉയർത്തപ്പെടുന്നത്. 200ഓളം വിധിന്യായങ്ങൾ ജസ്റ്റിസ് BR ഗവായിയുടേതായിട്ടുണ്ട്. ബുൾഡോസർ രാജിനെതിരായ വിധി, AAP നേതാവ് മനീഷ് സിസോദിയുടെ ജാമ്യം, 2016 നോട്ട് നിരോധന തീരുമാനം ശരിവച്ച വിധി, ഇലക്ടറൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന വിധി എന്നിവ ജസ്റ്റിസ് ഗവായിയെ ശ്രദ്ധേയനാക്കി. ബുൾഡോസർ രാജ് ഭരണഘടനാ വിരുദ്ധമാണെന്നും ജഡ്ജിമാരെ പോലെ പെരുമാറാൻ ഉദ്യോഗസ്ഥർക്ക് അധികാരമില്ലെന്നും അങ്ങനെ പ്രവർത്തിച്ചാൽ കടുത്ത ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്നും ഗവായി വിധിയിൽ എഴുതി. ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ കേസിലെ സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ചിലെ അംഗവുമായിരുന്നു ഗവായ്. രാഷ്ട്രപതി ഭവനിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും മുൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും സുപ്രീം കോടതിയിലെ മറ്റ് ജഡ്ജിമാരും പങ്കെടുത്തു. 6 മാസക്കാലത്തിനു ശേഷം ഈ വരുന്ന നവംബറിൽ BR ഗവായ് വിരമിക്കും. 24 ഡൽഹി.
എറണാകുളം കടവന്ത്രയിൽ പഴകിയ ഭക്ഷണം പിടികൂടി. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്ന കാറ്ററിംഗ് സെന്ററിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. കാറ്ററിംഗ് കേന്ദ്രം ആരോഗ്യവകുപ്പ് അടച്ചുപൂട്ടി. റെയിൽവേ കരാറുകാരന്റെ കടവന്ത്രയിലെ കേറ്ററിംഗ് സെന്ററിൽ നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കൊച്ചി കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് കാറ്ററിംഗ് കേന്ദ്രത്തിന് പൂട്ടുവീണത്. ഇവിടെ നിന്ന് തയ്യാറാക്കുന്ന ഭക്ഷണം കവറിലാക്കിയാണ് ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്നത്. വന്ദേ ഭാരതിന്റെ അടക്കം പേരുകളുള്ള കവറുകൾ ഇവിടെ നിന്നും കണ്ടെത്തി. കവറിന് പുറത്തെ സ്കാനറിൽ സ്കാൻ ചെയ്താൽ റെയിൽവേ വെബ്സൈറ്റിൽ നിന്ന് വന്ദേ ഭാരത്, രാജധാനി, ഗതിമാൻ, തേജസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകളുടെ മെനു കാർഡിലെ വിവരങ്ങളാണ് ലഭിക്കുക. അഴുകിയ ഇറച്ചി, ചീമുട്ട, ചപ്പാത്തി, ദാൽ, മസാലകളടക്കം വൃത്തിഹീനമായ നിലയിലാണ് ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചതും ഭക്ഷണം പാകം ചെയ്യുന്നതും. ഇതിന്റെ ഉള്ളിൽ തന്നെ വെറുതെ യാതൊരു സുരക്ഷിതമില്ലാതെ വെറുതെ തുറന്നു വെച്ച അവസ്ഥയിലായിരുന്നു രാവിലെ വരുമ്പോൾ കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് പിടിച്ചെടുത്തത്. പലതവണ ഇവർക്ക് വാണിംഗ് കൊടുത്തിട്ടുള്ളതാണ്, നോട്ടീസ് കൊടുത്തിട്ടുള്ളതാണ്. ഇവിടുത്തെ ക്യാൻറ്റീനിൽ ഉണ്ടാകുന്ന മലിനജലം മുഴുവൻ തൊട്ടടുത്ത തോട്ടിലേക്കാണ് ഒഴുക്കണേ. അത് സംബന്ധിച്ച് ഇവരെ ഫൈനടക്കം അടപ്പിച്ചിട്ട് ഇവരെ യാതൊരു നടപടിക്രമങ്ങളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. സ്ഥാപനത്തിലെ ജീവനക്കാരായ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കേന്ദ്രത്തിൽ നിന്നും പഴകിയ ഭക്ഷ്യവസ്തുക്കൾ പിടികൂടിയിട്ടുണ്ട്. പാകം ചെയ്യുന്ന ഭക്ഷണം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എത്തിക്കാറുള്ളതെന്ന് സ്ഥാപനത്തിലെ ഡ്രൈവർ വ്യക്തമാക്കി. ஹோட்டலில் ரயில் ட்ரெயினுக்கு தான். ட்ரெயினில் ட்ரெயின் நேம் தெரியுது மேம் எனக்கு. வந்தே பாரத் മേൽഗാഡിന്ന് சொல்லுவாங்க அதுக்கு. നാട്ടുകാരുടെ വ്യാപക പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിനെതിരെ മാലിന്യ പ്രശ്നത്തിന്റെ പേരിൽ കോർപ്പറേഷൻ നേരത്തെ 10,000 രൂപ പിഴ ഈടാക്കിയിരുന്നു. ലൈസൻസ് ഇല്ലാതെയായിരുന്നു സ്ഥാപനത്തിന്റെ പ്രവർത്തനം. സംഭവത്തിൽ റെയിൽവേ അന്വേഷണം ആരംഭിച്ചു. വാങ്ങുന്ന കാശിന് നല്ല ഭക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം നാം ഓരോരുത്തർക്കുമുണ്ട്. എന്നാൽ കൊള്ള ലാഭം മാത്രം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന ഇത്തരം കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ നടപടിയാണ് ഇനി ഉണ്ടാകേണ്ടത്. കൊച്ചിയിൽ നിന്ന് മാഹിൻ ജാഫറിനൊപ്പം നിതിൻ അംബുജൻ, 24. തിരുവല്ല പുളിക്കീഴ് ബിവറേജസ് ഗോഡൌണിലെ തീപിടുത്തത്തിൽ കത്തി നശിച്ചത് 10 കോടിയിലധികം രൂപയുടെ മദ്യമെന്ന് പ്രാഥമിക നിഗമനം. 45,000 കേസ് മദ്യം നശിച്ചെന്ന് ബെപ്കോ CMD ഹർഷിത അട്ടല്ലൂരി പറഞ്ഞു. തീപിടുത്തത്തിൽ ഉന്നതതല അന്വേഷണം തുടങ്ങി. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയാണ് ഗോഡൌണിന് തീ പിടിച്ചത്. 45,000 കേസ് മദ്യമാണ് തീപിടുത്തത്തിൽ കത്തി നശിച്ചത്. 20ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഒരേ സമയം പരിശ്രമിച്ചാണ് തീ അണച്ചത്. അപകടമുണ്ടായ കെട്ടിടത്തിന് സമീപമാണ് ട്രാവൻകൂർ ഷുഗർ ഫാക്ടറി. ലക്ഷക്കണക്കിന് ലിറ്റർ സ്പിരിറ്റ് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. സ്പിരിറ്റ് ടാങ്കുകളുടെ ഭാഗത്ത് തീ പടർന്നിരുന്നെങ്കിൽ അപകടത്തിന്റെ വ്യാപ്തി ഇനിയും ഉയരുമായിരുന്നു. 8-10 ആയപ്പോഴാണ് ഈ സംഭവം കണ്ടത്. എൻ്റെ കടയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോഴാണ് അവിടുന്ന് ലോറി ഡ്രൈവർമാർ 3-4 പേര് ഇങ്ങോട്ട് ഓടി വരുന്നത് കണ്ടു. അന്നേരം അവർ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത്. അന്നേരം തന്നെ ഞാൻ ഇവിടുന്ന് ഓടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പുക കാണുന്നത്. അവിടെ അത്രയിടം പുക മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ആളി കത്താൻ തുടങ്ങിയത്. ഫയർഫോഴ്സുകാർ 10 മിനിറ്റിനുള്ളിൽ ഫയർഫോഴ്സുകാർ ഇവിടെ എത്തി. 10 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് ബെപ്കോ CMD ഹർഷിത അട്ടല്ലൂരി. 5 മുതൽ 10 കോടി വരെ ഒരു നഷ്ടമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ആയിരിക്കും ഒരു എസ്റ്റിമേറ്റ്. ഇപ്പം ഞങ്ങളൊരു എൻക്വയറി നടത്തും. പക്ഷേ ബേസിക്കലി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലീസിയുടെ എല്ലാ ഇൻവെസ്റ്റിഗേഷനിലാണ്. സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ വന്നതാണ് തീപിടുത്തത്തിന് കാരണമെന്ന് ആന്റണി MP ആരോപിച്ചു. തീപിടുത്തത്തിൽ പോലീസും ഫയർഫോഴ്സും അന്വേഷണം ആരംഭിച്ചു. നിലവിൽ ആരെയും പ്രതി ചേർക്കാതെയാണ് FIR. 24 പത്തനംതിട്ട. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ഹൈബ്രിഡ് കഞ്ചാവിന് പുറമെ കരിപ്പൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ചത് രാസലഹരിയും. ചോക്ലേറ്റ് പാക്കറ്റുകളിലാക്കിയാണ് MDMA കടത്താൻ ശ്രമിച്ചത്. 3 സ്ത്രീകൾ നേരത്തെ പിടിയിലായിരുന്നു. വിപിൻ C വിജയൻ വിവരങ്ങളുമായി ചേരുന്നു മലപ്പുറത്തുനിന്ന്. വിപിൻ, ഇത് ഒരേ സംഘമാണോ ഈ രാസലഹരിയും ഒപ്പം ഈ ഹൈബ്രിഡ് കഞ്ചാവും കടത്താൻ ശ്രമിച്ചത്? ഇത് വെറും ക്യാരിയേഴ്സ് മാത്രമായിരിക്കും ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ യഥാർത്ഥ ഉറവിടത്തിലേക്ക് പോകാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? അവരെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? വിജയകുമാർ, മൂവർ സംഘമാണ് ഇപ്പോൾ 34 കിലോയോളം ഹൈബ്രിഡ് കഞ്ചാവും ഒപ്പം തന്നെ ചോക്ലേറ്റിൽ കലർത്തിയ രാസലഹരിയും കരിപ്പൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ചത്. തായ്ലാന്റിൽ നിന്ന് കോലാലംപൂരിലെത്തി. കോലാലംപൂരിൽ നിന്ന് എയർ ഏഷ്യ വിമാനത്തിൽ ഇന്നലെ രാത്രി 11:45 കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത്. ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എയർ കസ്റ്റംസും എയർ ഇന്റലിജൻസ് വിഭാഗവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് 3 സ്ത്രീകളിൽ നിന്ന് ഇത്ര വലിയ ഒരളവിൽ ലഹരി പിടികൂടിയിരിക്കുന്നത്. അതിൽ 3 പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ഒന്ന് ചെന്നൈ സ്വദേശിയായിട്ടുള്ള റാബിയത്ത്, മറ്റൊന്ന് കോയമ്പത്തൂർ സ്വദേശിയായ കവിത,
തൃശൂർ സ്വദേശിയായിട്ടുള്ള സിമി എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇത് അവർ ബാങ്കോങ്ങിൽ നിന്ന് ആണ് കൊണ്ടുവന്നുള്ളതാണ് ബേസിക്കായിട്ട് മനസ്സിലാവുന്നത്. മറ്റൊന്നുള്ളത്, ഈ ചോക്ലേറ്റിൽ അത് രാസലഹരി കലർത്തിയ നിലയിലായിരുന്നു MDMA കടത്താൻ ശ്രമിച്ചത്. തായ്ലാന്റിൽ നിന്ന് ഏകദേശം 15 കിലോയോളം വരുന്ന ചോക്ലേറ്റ്, ആ ചോക്ലേറ്റുകളിലായിരുന്നു ലഹരി കടത്തിയിരുന്നത്. ഇത് പ്രത്യേകമായിട്ടുള്ള പരിശോധനയിൽ പിടികൂടുകയായിരുന്നു. ഒപ്പം തന്നെ ബാഗിൽ 34 കിലോയോളം ഹൈബ്രിഡ് കഞ്ചാവും ഉണ്ടായിരുന്നു. ഏകദേശം 50 കോടിയോളം രൂപയുടെ ലഹരിയാണ് കേരളത്തിലേക്ക് കടത്താൻ ശ്രമിക്കുകയും ഇപ്പോൾ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. ഇന്നലെ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് 18 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കരിപ്പൂർ വിമാനത്താവളത്തിന്റെ പുറത്തുനിന്ന് പിടികൂടിയിരുന്നു. അതിന്റെയും സോഴ്സ് ബാങ്കോങ് എന്നാണ് അറിഞ്ഞത്. ഇപ്പോഴിതാ ഇന്ന് 3 സ്ത്രീകൾ വലിയ അളവിലുള്ള ലഹരിയുമായി പിടികൂടിയിരിക്കുന്നു. വിജയകുമാർ. ഹൈബ്രിഡ് കഞ്ചാവിനൊപ്പം രാസലഹരിയും അത് ചോക്ലേറ്റ് പാക്കറ്റുകളിലാക്കി കടത്താൻ ശ്രമിച്ചു എന്ന വിവരം കൂടിയാണ് ഇപ്പോൾ വരുന്നത്. 3 സ്ത്രീകൾ പിടിയിലായിട്ടുണ്ട്. ഇതിന്റെ ഉറവിടത്തിലേക്ക് അന്വേഷണം നീളും എന്ന സൂചന കൂടിയുണ്ട്. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്തു നിന്നും. പത്തനംതിട്ട കോന്നിയിൽ കാട്ടാന ഷോക്കേറ്റ് ചെരിഞ്ഞ സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്തയാളെ KU ജനീഷ് കുമാർ MLA ബലമായി മോചിപ്പിച്ചെന്ന ആക്ഷേപം. പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുത്ത മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഡ്രൈവറെ മോചിപ്പിച്ചു എന്നാണ് പരാതി. അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളിലേക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണങ്ങളിലേക്കും. നിയമമാണെന്ന് ചോദിച്ചോളൂ. ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നടപടിക്രമങ്ങളുണ്ട്. അറസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത പേപ്പർ കാണിക്കുക, അറസ്റ്റ് ചെയ്ത പേപ്പർ കാണിക്കുക. രേഖപ്പെടുത്തിയില്ലേ? പിന്നെ കാണിക്കുന്നത് പിന്നല്ല കൈ കോളം പിടിച്ച് വെക്കാനോ? എടുക്കേ, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. എടുക്കേ, അയാളൊക്കെ ഇതെന്താ തോന്നിയാ സാർ? മനുഷ്യരെ ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും പരിധികളുണ്ട്. മനസ്സിലായല്ലോ? പരിധികളുണ്ട്. അവിടെ മനുഷ്യൻ ചാകാൻ തുടങ്ങുക. ആന കയറി താന്തേലാടിയെ കാണിക്കാൻ തുടങ്ങിയേക്കുന്നു. പോലീസാണെന്ന് പറഞ്ഞ് കത്തിക്കും. രണ്ടാമത് ഇവിടെ നക്സലുകൾ വരും. മനസ്സിലായോ? നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? എടാ, അവിടെ ജനങ്ങൾ പ്രതിഷേധിച്ച് നിൽക്കുക. ആന വന്നിറങ്ങുന്നത്. എന്നിട്ട് പാവങ്ങളെ എല്ലാം പിടിച്ചോണ്ടെങ്കിൽ പോരുക. എന്നിട്ട് നിങ്ങൾക്ക് യഥേഷ്ടം പ്രതിയാക്കുക. എന്തിയാണെന്തേ നിങ്ങൾ കസ്റ്റഡി താണെന്തേ? വാ, നിനക്കെന്താ ഇല്ലാത്ത റോള്? നിനക്കെന്താ റോള്? എന്തിനാ നിന്നെ വിളിച്ചോണ്ട് വന്നേ? ആനക്ക് ആന ചത്തു. നീ എന്ത് ചെയ്തു? ഏതാ? അല്ല, എനിക്കങ്ങനെ തീർക്കൊന്നും വേണ്ട. എനിക്കൊരു AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ജയശങ്കർ, ഈ MLA ക്ഷുഭിതനാകുന്നുണ്ട്. വനം വകുപ്പിന്റെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ, പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുത്തയാളെ ആൾക്കെതിരെ എന്താണ് FIR ഇട്ടിട്ടില്ല, കേസെടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തിരികെ വിളിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് ക്ഷുഭിതനായി തട്ടിക്കയറുന്നുണ്ട്. എന്താണ് ജയശങ്കർ ആ വനംവകുപ്പ് ഓഫീസിൽ നടന്നത്? എന്താണ് അതിന് ഇടയാക്കിയ സാഹചര്യങ്ങൾ? വിജയകുമാർ, കഴിഞ്ഞ ദിവസമാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സംഭവം നടന്നത്. കോന്നിയിൽ 2 ദിവസം മുമ്പ് കാട്ടാന ചെരിഞ്ഞിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട ഈ സ്ഥലം പാട്ടത്തിനെടുത്ത ആളുടെ സഹായിയാണ് കഴിഞ്ഞ ദിവസം വനംവകുപ്പ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഹിറ്റാച്ചി ഡ്രൈവറെ കസ്റ്റഡിയിലെടുക്കുന്നു. ആ ഘട്ടത്തിൽ ഇദ്ദേഹത്തെ പുറത്തിറക്കുന്നതിന് വേണ്ടിയിട്ടാണ് MLA സ്ഥലത്തേക്ക് എത്തുന്നത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന സംഭാഷണങ്ങൾ ആ വനംവകുപ്പ് ഓഫീസിൽ നടക്കുന്നത്. ഫോറസ്റ്റ് ഓഫീസ് കത്തിക്കുമെന്നും രണ്ടാമതും നക്സലുകൾ വരുമെന്നും MLA ഫോറസ്റ്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് പറയുന്നു. കള്ളക്കേസ് എടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥർ ഇയാളെ പെടുത്താൻ ശ്രമിക്കുകയാണ്. നടപടിക്രമങ്ങൾ പാലിച്ചില്ല, ഇയാൾക്കെതിരെ FIR ഇട്ടില്ല എന്നുള്ള ഗുരുതര ആക്ഷേപങ്ങളും MLA ഉന്നയിക്കുന്നുണ്ട്. കാട്ടാന ഇറങ്ങിക്കൊണ്ട് ജനങ്ങൾ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉന്നയിക്കുന്ന ഘട്ടത്തിലാണ് ആളുകളെ കള്ളക്കേസിൽ കുടുക്കാൻ വനംവകുപ്പ് ശ്രമിക്കുന്നതെന്നാണ് ഭരണപക്ഷത്തിൻ്റെ MLA ആയ കോന്നി MLA KU ജനീഷ് കുമാർ വനംവകുപ്പിനെതിരെ, സ്വന്തം പാർട്ടിയുടെ മന്ത്രി ഭരിക്കുന്ന വകുപ്പിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ആ സ്റ്റേഷനിൽ വെച്ച് ഉന്നയിക്കുന്നത്. കോന്നി DYSP ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ MLA ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ പാഠം പഠിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ദൃശ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വലിയ അതൃപ്തിയുണ്ട്. കാരണം തങ്ങൾ ചോദ്യം ചെയ്യാൻ, മൊഴിയെടുക്കാൻ കസ്റ്റഡിയിൽ എടുത്ത ആളെ ബലമായി MLA പിടിച്ച് കൊണ്ടുപോയി മോചിപ്പിച്ച് കൊണ്ടുപോയി എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ആക്ഷേപം. ഇവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് DFOക്ക് ഉൾപ്പെടെ RFO പരാതി നൽകിയിട്ടുണ്ട്, ആക്ഷേപം അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ജയശങ്കർ, ഈ വനംവകുപ്പ്
വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത ആ JCB ഡ്രൈവർക്ക് എന്ത് പങ്കുണ്ട് ഈ സംഭവത്തിലെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അയാൾക്കെതിരെ എന്തെങ്കിലും തെളിവോ പരാതിയോ മൊഴിയോ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണോ അയാളെ വിളിച്ചുകൊണ്ട് വന്നത്? അയാൾക്ക് എന്തെങ്കിലും നേരിട്ട് പങ്കുണ്ടോ ഈ ആന ചരിഞ്ഞ സംഭവത്തിൽ? അതായത് ഈ ആന ചെരിഞ്ഞ സംഭവത്തിന് പിന്നിലേക്ക് നമ്മൾ പോകുമ്പോൾ ഉദ്യോഗസ്ഥതല വീഴ്ച ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് വനം മന്ത്രി ഈ സംഭവത്തിൽ വനം വിജിലൻസിൻ്റെ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഒപ്പം തന്നെ വനം വകുപ്പിൻ്റെ മറ്റൊരു DFO തല അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഹിറ്റാച്ചി ഡ്രൈവറെ മൊഴി രേഖപ്പെടുത്താൻ എന്ന പേരിൽ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകുന്നത്. ആ ഘട്ടത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില ആളുകൾ അറിയിച്ചതിന് പിന്നാലെയാണ് MLA അങ്ങോട്ട് എത്തുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് മൊഴിയെടുക്കാൻ വേണ്ടി മാത്രമാണ് കൊണ്ടുവന്നതെന്നാണ്. പക്ഷേ ഈ ഹിറ്റാച്ചി ഡ്രൈവറുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നു അതിനപ്പുറത്തേക്ക് കേസിൽ പ്രതി ചേർക്കുമെന്നുള്ള തരത്തിലുള്ള വിവരങ്ങളൊക്കെ ലഭിച്ചതിന് അടിസ്ഥാനത്തിലാണ് രക്ഷിക്കാൻ MLA വിവരങ്ങൾ അറിയിച്ചത്. അങ്ങനെയാണ് MLA എത്തുന്നതാണ്. എന്തായാലും വനം വകുപ്പ് ഔദ്യോഗികമായി പറയുന്നത് ഇയാൾ കേസിലെ പ്രതിയല്ല, ഇയാളെ കസ്റ്റഡിയിലെടുത്തത് മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്, കാര്യങ്ങൾ അറിയാനാണ്, ചോദിക്കാനാണ്, മനസ്സിലാക്കാനാണെന്നാണ്. പക്ഷെ അവിടെ MLA എത്തി പ്രശ്നമുണ്ടാക്കിയെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ MLA മറിച്ചൊരു വേർഷനാണ് പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരിട്ടൊരു പ്രതികരണത്തിന് KU ജനീഷ് കുമാർ തയ്യാറായില്ലെങ്കിലും അദ്ദേഹം പറയുന്നത് കോന്നി DYSPയുടെ സാന്നിധ്യത്തിൽ കള്ളക്കേസിൽ ഈ ഇദ്ദേഹത്തെ പെടുത്താൻ ശ്രമിച്ച ഘട്ടത്തിൽ തനിക്ക് ഇടപെടേണ്ടി വന്നു. താൻ രൂക്ഷമായ രീതിയിൽ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു. അതൊരു MLA എന്ന നിലയിൽ ജനങ്ങളോടുള്ള ബാധ്യത തീർത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഉദ്യോഗസ്ഥർ ഇതിനെ മറ്റൊരു തലത്തിലാണ് കാണുന്നത്. അവർ തങ്ങളുടെ അധികാര പരിധിയിൽ കയറിക്കൊണ്ട് ബലമായി ഇത്തരത്തിൽ തങ്ങൾ കസ്റ്റഡിയിലെടുത്ത ഒരാളെ DYSPയുടെ ഉൾപ്പെടെ സാന്നിധ്യത്തിൽ ഒരു ജനപ്രതിനിധി, ഒരു MLA കൊണ്ടുപോയെന്ന ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. തങ്ങളെ വലിയ നക്സൽ സംഭവങ്ങൾ ആവർത്തിക്കുന്ന ഉൾപ്പെടെ വലിയ ഭീഷണി MLAയുടെ ഭാഗത്തുണ്ടായെന്നുള്ള ആക്ഷേപങ്ങൾ ഉൾപ്പെടെ ഇവർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ MLA ഇതിനെ ഒരു രക്ഷാപ്രവർത്തനമായി മാത്രമാണ് കാണുന്നത്. ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ജനപ്രതിനിധിയിൽ ഉള്ള സ്വാഭാവിക പ്രതികരണം എന്ന രീതിയിൽ മാത്രമാണ് MLA ഇതിനെടുക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറേ മാസങ്ങളായി കോന്നിയിൽ MLA വനം വകുപ്പ് പോരുണ്ട്. ഇതിനു മുമ്പ് ആനക്കൂട് അപകടവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കെതിരെ MLA വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. പിന്നാലെ വനം വകുപ്പിലെ ഇതിൻ്റെ പേരിൽ അച്ചടക്ക നടപടി വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായി. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനായ ഉദ്യോഗസ്ഥരെ വനം വകുപ്പ് തിരികെ സർവീസിലേക്ക് എടുത്തത്. അന്ന് വനം വകുപ്പ് പറഞ്ഞൊരു ന്യായം വന്യമൃഗശല്യമൊക്കെ കൂടുമ്പോൾ പണിയെടുക്കാൻ ഉദ്യോഗസ്ഥരില്ലാതുകൊണ്ട് തിരിച്ചെടുക്കുന്നു എന്നാണ്. എന്തായാലും ആ പോരിൻ്റെ തുടർച്ചയാണോ എന്നത് ഇനി കണ്ടറിയേണ്ടതുണ്ട്. MLAയുടെ പരസ്യ പ്രതികരണം ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇനി ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ഉദ്യോഗസ്ഥർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കടുത്ത അതൃപ്തിയിലാണ്. MLA തങ്ങളുടെ അധികാര പരിധിയിൽ കടന്നു കയറി ഇടപെടുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ MLA പറയുന്നത് ജനപ്രതിനിധി രീതിയിൽ ഇടപെടൽ തന്നെയാണ് നടത്തിയിട്ടുള്ളത് എന്നാണ് MLAയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിശദീകരണം. ഇത് അദ്ദേഹം നേരിട്ടൊരു പ്രതികരണത്തിന് തയ്യാറായില്ലെങ്കിലും നമ്മൾ നിരന്തരം അദ്ദേഹവുമായി ബന്ധപ്പെടുമ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ബന്ധപ്പെടുമ്പോഴും അത്തരം ഒരു പ്രതികരണമാണ്. കഴിഞ്ഞ ദിവസമാണ് ഹിറ്റാച്ചി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ ആണ് ഈ ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഇത്തരത്തിൽ നാടകീയ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. MLA അവിടെ എത്തി പ്രശ്നം ഉണ്ടാക്കുകയും ഇദ്ദേഹത്തെ മോചിപ്പിച്ച് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പത്തനംതിട്ട കോന്നിയിലാണ് കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ കേസിൽ കസ്റ്റഡിയിലെടുത്തയാളെ KU ജനീഷ് കുമാർ MLA ബലമായി മോചിപ്പിച്ചു എന്ന പരാതിയുള്ളത്. പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് ഈ നാടകീയ സംഭവങ്ങൾ ഉണ്ടായത്. അതിൽ ഈ പോലീസ് സ്റ്റേഷൻ, ഈ ഫോറസ്റ്റ് സ്റ്റേഷൻ നാട്ടുകാർ കത്തിക്കും, ആ നിലയ്ക്കാണ് നിങ്ങളുടെ ഇടപെടൽ എന്നൊക്കെ വലിയ ആരോപണവും ആക്ഷേപവും ഭീഷണിയും ഒക്കെ MLA മുഴക്കുകയും ചെയ്യുന്നുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യത്തിൽ വലിയ പരാതിയുണ്ട്, പ്രതിഷേധമുണ്ട് എന്നാണ് പത്തനംതിട്ട ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. സംവിധായകർ പ്രതികളായ കഞ്ചാവ് കേസിൽ പ്രധാനിയെ തേടി എക്സൈസ്. കഞ്ചാവ് കൈമാറിയ യുവാവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചു. കേസിൽ ഇതുവരെ 4 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ, സമീർ താഹിർ എന്നിവർക്ക് പുറമെ കേസിൽ ഒരാളുടെ കൂടി അറസ്റ്റുണ്ടാകും. കഞ്ചാവ് കൈമാറിയ ആളുടെ ഫോൺ നമ്പർ ലഭിച്ചെങ്കിലും മറ്റു വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. 2 കൂട്ടരെയും ബന്ധിപ്പിച്ച യുവാവിന്റെ മൊഴി എക്സൈസ് രേഖപ്പെടുത്തി. 5-ാമനെ കൂടി പ്രതി ചേർത്താൽ കുറ്റപത്രം ഉടൻ നൽകും. കഴിഞ്ഞ മാസമാണ് എറണാകുളത്ത് സമീർ താഹിർ വാടകയ്ക്കെടുത്ത ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവുമായി യുവ സംവിധായകരെ എക്സൈസ് പിടികൂടിയത്. 1.5 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവായതിനാൽ ജാമ്യം നൽകി വിട്ടിരുന്നു. സിനിമാ മേഖലയിലെ ലഹരി സംഘവുമായി ബന്ധപ്പെടുത്തിയാണ് കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. സിനിമയിലെ ലഹരിക്കാരെ പൂട്ടാനുള്ള ആവേശം പോലീസിനും എക്സൈസിനുമൊക്കെ കുറഞ്ഞോ എന്ന ആക്ഷേപം ശക്തമാണ്. ഇത് മറികടക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനപ്പെട്ട കേസുകളിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കാനുള്ള നീക്കം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.
നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ കടുത്ത നടപടിയെടുക്കാൻ സൂത്രവാക്യം സിനിമയുടെ ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റി. ഒത്തുതീർപ്പിലേക്കെത്താൻ ശ്രമമുണ്ടെങ്കിലും പരാതിയുടെ ഗൗരവം പരിഗണിച്ച് നടപടിയെടുക്കും. അടിയന്തര റിപ്പോർട്ട് നൽകാൻ അഭിനേതാക്കളുടെ സംഘടന ആവശ്യപ്പെട്ടു. തെളിവെടുപ്പ് പുരോഗമിക്കുകയാണെന്നും റിപ്പോർട്ട് ഉടൻ നൽകാമെന്നും ICC വ്യക്തമാക്കി. 90 ദിവസമാണ് ICC റിപ്പോർട്ട് നൽകാനുള്ള കാലാവധി. സമഗ്ര പുനഃസംഘടനയ്ക്കൊരുങ്ങി പുതിയ KPCC നേതൃത്വം. പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന തീരുമാനങ്ങൾക്ക് രാഹുൽ ഗാന്ധി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ മാറ്റം വേണ്ട എന്നാണ് തീരുമാനം. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, UDF കൺവീനർ അടൂർ പ്രകാശ് എന്നിവർ 10 ജൻപത്തിലെത്തിയാണ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കണ്ടത്. ഇന്നലെ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ വിളിച്ച യോഗത്തിൽ പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാൻ തീരുമാനിച്ചിരുന്നു. പുനഃസംഘടനയുടെ ചുമതല ഖർഗെയും രാഹുൽ ഗാന്ധിയും സണ്ണി ജോസഫിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ വസതിയിൽ വിശദമായ ചർച്ചയും നടന്നു. പുനഃസംഘടനയിലെ പുതിയ നേതൃത്വത്തിന്റെ നിലപാട് ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ രാഹുൽ ഗാന്ധിയെ അറിയിച്ചതായാണ് വിവരം. തൃശൂർ ഒഴികെയുള്ള DCC അധ്യക്ഷന്മാരുടെ മാറ്റം ഉടനുണ്ടായേക്കും. സംഘടനയെ ശാക്തീകരണം, അതാണ് സ്ട്രെങ്തനിങ് ദ പാർട്ടി, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടന്റ്. റീസെന്റ് ഫോം ഇപ്പോഴും നമുക്ക് വന്നിട്ടുള്ളത് പരാതിക്കിടയില്ലാത്തതുകൊണ്ടും തന്നെ ഈ പുതിയ ഈ നീക്കത്തിന് പിന്തുണ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. ഇതിന്റെ ഇതേ രീതിയിലുള്ള ഒരു ശൈലി തുടരും. രാഷ്ട്രീയകാര്യ സമിതി പുതുതായി രൂപീകരിച്ചതിനാൽ മാറ്റമുണ്ടാകില്ല. 2 ഒഴിവുകൾ നികത്തിയേക്കും. 24 ഡൽഹി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മേഘന മുരളി വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, എന്തൊക്കെയാണ് പുതുക്കിയ കാലാവസ്ഥാ മുന്നറിയിപ്പ്? മൺസൂണിന് മുമ്പുള്ള വേനൽ മഴ ശക്തമാകുന്ന ഒരു പ്രതിഭാസം സജീവമാകുമെന്ന് നേരത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നല്ലോ, അതാണോ ഇപ്പോൾ സംഭവിക്കുന്നത്? വിജയകുമാർ, തലസ്ഥാനത്തും അടക്കം പല ഭാഗങ്ങളിലും ഇപ്പോൾ കനത്ത ചൂടാണ്. പക്ഷേ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു മുന്നറിയിപ്പായി വരുന്നത്. അതിൽ ഇപ്പോൾ 6 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ 4 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. പിന്നീട് അത് പുതുക്കി 6 ജില്ലകളിലേക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിൽ പ്രധാനമായും തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതിൽ പ്രധാനമായും നേരത്തെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു പ്രവചനം ഉണ്ടായത് മെയ് 27-നകം തന്നെ കാലവർഷം കേരളത്തിലേക്ക് എത്തുമെന്നുള്ളതാണ്. അതായത് കാലവർഷം ഇത്തവണ കേരളത്തിൽ നേരത്തെ എത്തുമെന്നുള്ളതാണ്. അതിന് മുന്നോടിയായാണ് ഇത്തരത്തിൽ വേനൽ മഴയും ശക്തി പ്രാപിക്കാനുള്ള ഒരു സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴ ഈ 6 ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ നാളെ രാത്രി വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. ഉയർന്ന തിരമാലകൾ കാരണം ഇത്തരത്തിൽ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ, കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി നൽകുന്നു. എന്തായാലും ഇപ്പോൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ചൂടാണ്. എന്തായാലും വൈകുന്നേരത്തോടു കൂടി തന്നെ ഒരു മഴ പ്രവചനം ഉണ്ടാകുന്നു. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുന്നു. 6 ജില്ലകളിലാണ് ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യത എന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് വരുന്നത്. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം കാണാതായ സംഭവത്തിൽ അന്വേഷണം ജീവനക്കാരനെ കേന്ദ്രീകരിച്ച് 24 പേരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. സംഭവം മോഷണക്കേസായാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ക്ഷേത്രത്തിലെ ആടയാഭരണങ്ങളുടെ ചുമതലയുള്ള 24 ജീവനക്കാരെയാണ് പോലീസ് ചോദ്യം ചെയ്തത്. മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് പറയുന്നു. ഇതിൽ നിന്നാണ് സ്വർണം അബദ്ധത്തിൽ കാണാതായതല്ലെന്നും മോഷണമാണെന്നും സ്ഥിരീകരിച്ചത്. ഒടുവിൽ ഒരു ജീവനക്കാരിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കുകയാണ്. ശാസ്ത്രീയ തെളിവുകളുടെ അഭാവമാണ് അറസ്റ്റിന് തടസ്സം. CCTV ദൃശ്യങ്ങൾ പരമാവധി ശേഖരിച്ച് പ്രതിയെ കണ്ടെത്തുകയാണ് ലക്ഷ്യം. മോഷണം നടന്ന ദിവസം ക്ഷേത്രത്തിനുള്ളിലെ മണൽപ്പരപ്പിൽ തെരച്ചിൽ നടത്തിയെങ്കിലും സ്വർണം കണ്ടെത്താനായിരുന്നില്ല. തൊട്ടടുത്ത ദിവസമാണ് അതേ സ്ഥലത്ത് നിന്ന് കാണാതെ സ്വർണം കിട്ടിയത്. ഇതും ദുരൂഹമാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വൈകാരിക വിഷയമായതിനാൽ ശാസ്ത്രീയ തെളിവുകളില്ലാതെ തിടുക്കപ്പെട്ടുള്ള അറസ്റ്റ് വേണ്ടെന്നാണ് പോലീസ് തീരുമാനം. 24 തിരുവനന്തപുരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗൾഫ് സന്ദർശനം തുടരുന്നു. ഇന്ന് റിയാദിൽ നടക്കുന്ന ഗൾഫ് അമേരിക്ക ഉച്ചകോടിക്ക് ശേഷം ട്രംപ് ഖത്തറിലേക്ക് തിരിക്കും. 3 ദിവസത്തെ ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായി ഇന്നലെ റിയാദിലെത്തിയ ഡൊണാൾഡ് ട്രംപ് സൗദിയുമായി നിരവധി കരാറുകളിൽ ഒപ്പുവെച്ചു.
145 കരാറുകളും ധാരണാപത്രങ്ങളുമാണ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായുള്ള കൂടിക്കാഴ്ചയുടെ ഭാഗമായി ഒപ്പുവെച്ചത്. $142 ബില്യൺ ആയുധ കരാറാണ് ഇതിൽ പ്രധാനം. 12 അമേരിക്കൻ കമ്പനികൾ സൗദിക്ക് ആയുധങ്ങൾ നൽകും. സൈനിക പരിശീലനം, വ്യവസായം, ഊർജം, നീതിന്യായം, സ്പേസ് ഏജൻസി, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതാണ് കരാറുകൾ. ലോകത്തിന്റെ ബിസിനസ് ഹബ്ബായി റിയാദ് മാറുമെന്ന് പറഞ്ഞ ട്രംപ് സിറിയക്കെതിരെയുള്ള ഉപരോധം പിൻവലിക്കുമെന്ന് പറഞ്ഞു. ഇന്നാണ് ഗൾഫ് അമേരിക്ക ഉച്ചകോടി. GCC രാഷ്ട്രത്തലവന്മാർക്ക് പുറമെ ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ഉൾപ്പെടെയുള്ളവരും ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഗസയിലെ വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉച്ചകോടിയിൽ ചർച്ചയാകും. ഇറാൻ, യമൻ, സിറിയ, ലെബനോൻ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രശ്നങ്ങളും ചർച്ചയാകും. ഇന്ന് ഖത്തറും നാളെ UAEയും ട്രംപ് സന്ദർശിക്കും. സൗദിയിൽ നിന്നും ജലീൽ കണമകലം, 24. യുക്രൈൻ റഷ്യ സംഘർഷത്തിന് പരിഹാരം കാണാൻ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സമാധാന ചർച്ച നാളെ തുർക്കിയിൽ. യുക്രൈൻ പ്രസിഡന്റ് വലോദിമിർ സെലൻസ്കി ചർച്ചയിൽ പങ്കെടുക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ എത്തുമോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാളെ തുർക്കിയിലേക്ക് പോകും. റഷ്യ യുക്രൈൻ സംഘർഷത്തിന് പരിഹാരം കാണാനാണ് നാളെ തുർക്കിയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള ചർച്ച. യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി ചർച്ചകൾക്കായി തുർക്കിയിലേക്ക് പോകും. വ്ളാഡിമിർ പുടിൻ ചർച്ചയിൽ നേരിട്ട് പങ്കെടുക്കുമോ എന്നത് വ്യക്തമല്ല. പുടിനുമായി നേരിട്ട് ചർച്ച നടത്താൻ തയ്യാറാണെന്നും അങ്കാറയിൽ പുടിൻ എത്തുമെന്നാണ് പ്രതീക്ഷയെന്നും സെലൻസ്കിയുടെ പ്രതികരണം. ഉന്നതതല പ്രതിനിധി സംഘത്തെയാണ് തുർക്കിയിലേക്ക് റഷ്യ അയക്കുന്നതെന്നാണ് റിപ്പോർട്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് UAE സന്ദർശനത്തിനു ശേഷം നാളെ തുർക്കിയിലേക്ക് പോകുന്നുണ്ടെങ്കിലും യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകളുടെ ഭാഗമാകുമോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. റഷ്യയും യുക്രൈനും തമ്മിൽ 30 ദിവസത്തെ വെടിനിർത്തലിന് തയ്യാറാകാത്ത പക്ഷം റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധ നടപടികൾ കൊണ്ടുവരുമെന്ന് യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ നേതാക്കൾ കഴിഞ്ഞയാഴ്ച വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് തുർക്കിയിലെ ഇസ്താംബുളിൽ സമാധാന ചർച്ചകൾക്ക് പുടിൻ തയ്യാറായത്. ഇന്റർനാഷണൽ ഡെസ്ക്, 24. മലപ്പുറത്ത് കോടികളുടെ നിക്ഷേപ തട്ടിപ്പ്. സൂപ്പർ മാർക്കറ്റുകളിലെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടന്നത്. പ്രവാസികളും സ്ത്രീകളുമാണ് തട്ടിപ്പിനിരയായവരിൽ അധികവും. കമ്പനിയിലേക്ക് നിക്ഷേപം സ്വീകരിച്ച ഇടനിലക്കാരെ പ്രതികളാക്കി പോലീസ് കേസെടുത്തു. മലപ്പുറം ജില്ലയിൽ മാത്രം 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് അരങ്ങേറിയത്. കർണാടക ആസ്ഥാനമായുള്ള ഇന്നവിറ്റബിൾ മാർക്കറ്റിംഗ് എന്ന കമ്പനിയുടെ പേരിലാണ് ഇടനിലക്കാർ മുഖേന നിക്ഷേപങ്ങൾ സ്വീകരിച്ചത്. 1 ലക്ഷം രൂപയ്ക്ക് പ്രതിവർഷം 30,000 രൂപ വരെയാണ് ലാഭവിഹിതം വാഗ്ദാനം ചെയ്തത്. ഒരു വർഷം ലാഭം കുറഞ്ഞ തോതിൽ ലഭിച്ചെങ്കിലും പിന്നീട് സൂപ്പർ മാർക്കറ്റുകൾ അടച്ചുപൂട്ടി. കഴിഞ്ഞ 1 വർഷത്തിലധികമായി ഒരു തുകയും നിക്ഷേപകർക്ക് ലഭിക്കുന്നില്ല. ഞാൻ 4 ലക്ഷം രൂപയാണ് നിക്ഷേപിച്ചത്. കാശ് 1 വർഷമായിട്ട് നമുക്ക് കിട്ടാതായി. കാശിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ 2 മാസം കഴിഞ്ഞാൽ ശരിയാവും, 3 മാസം കഴിഞ്ഞാൽ ശരിയാവും, അങ്ങനെ 1 വർഷത്തിലേറെ ആ കാലാവധി തീർന്നുപോയി. ഒരു സൂപ്പർ മാർക്കറ്റ് ശൃംഖല തുടങ്ങുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിൽ പോയി പെട്ടത്. 8 ലക്ഷം, എൻ്റെ മകൾ 5 ലക്ഷം ഉണ്ട്. നിങ്ങളിപ്പോൾ കേസിന് പോയതിനെ കൊണ്ട് നിങ്ങൾ എന്താ വെച്ചാൽ നോക്കിക്കോളി, നിങ്ങളെ വയ്യ എന്താ വെച്ചാൽ നോക്കിക്കോളി, ഞങ്ങളായിട്ട് നിങ്ങൾ ബന്ധപ്പെടേണ്ടാറിന് പോലെ ആ ഗ്രൂപ്പൊക്കെ ഒരു ക്യാൻസലാക്കി. 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് നിഗമനം. പ്രവാസികളും സ്ത്രീകളുമാണ് പണം നഷ്ടമായവരിൽ അധികവും. മകളുടെ വിവാഹത്തിനും ചികിത്സയ്ക്കും ഉൾപ്പെടെ മാറ്റിവെച്ച പണമാണ് പലരും നിക്ഷേപിച്ചത്. ഞങ്ങൾ 10 ലക്ഷമാണ് എൻ്റെ ഭർത്താവ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് ഞങ്ങളെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് സർഫലി എന്ന് പറഞ്ഞ ആളാണ്. പിന്നെ ഒരു 1.25 വർഷമൊക്കെ ഇപ്പോൾ അതിൻ്റെ മാസത്തിലുള്ള പൈസ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ആ പൈസ മോളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് സ്വരൂപിച്ച് വെച്ച പൈസ, വേറെ ഒരു സമ്പാദ്യം ഞങ്ങളുടെ കയ്യിലില്ല. പൈസൻ്റെ ഒക്കെ ചോദിക്കുമ്പോൾ ഓരോ അസഭ്യങ്ങളൊക്കെ പറയാം, തോന്നിയിട്ടൊക്കെ പറയാം. അപ്പം നമുക്ക് ഇപ്പോൾ നമ്മളെ പൈസ കിട്ടണം, അത്രേ ഉള്ളൂ. ഇടനിലക്കാരായ വളാഞ്ചേരി സ്വദേശികളായ ഷറഫലി, നൌഷാദ് ബാബു എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. 24 തിരൂർ. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ അധിക്ഷേപ ആരോപണത്തിൽ നിയമ നടപടിയുമായി ADGP S. ശ്രീജിത്ത്. ഫേസ്ബുക്കിലൂടെ ആരോപണം ഉന്നയിച്ച ഉദ്യോഗസ്ഥൻ ദിബിൻ ഇടവണ്ണയ്ക്കും വാർത്ത നൽകിയ മാധ്യമ സ്ഥാപനത്തിനുമെതിരെയാണ് S. ശ്രീജിത്ത് മാനനഷ്ട ഹർജി ഫയൽ ചെയ്തത്. തന്നെ അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന എന്നാണ് 24നോട് ADGP S. ശ്രീജിത്തിന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസമാണ് ദിബിൻ ഇടവണ്ണ ADGP S. ശ്രീജിത്തിനെതിരെ ഫേസ്ബുക്കിലൂടെ അധിക്ഷേപ ആരോപണം നടത്തുന്നത്. ആരോപണമല്ലാതെ തെളിവുകളോ മറ്റു വിവരങ്ങളോ ഉണ്ടായിരുന്നില്ല. പിന്നാലെ ചില മാധ്യമങ്ങൾ വാർത്തയാക്കി. ഇതിനെതിരെ ADGP S. ശ്രീജിത്ത് തുടർ നിയമ നടപടിക്ക് സർക്കാരിന് കത്ത് നൽകി. ദിബിൻ ഇടവണ്ണയ്ക്കും വാർത്ത സംപ്രേഷണം ചെയ്ത മാധ്യമ സ്ഥാപനത്തിനുമെതിരെ മാനനഷ്ട ഹർജി ഫയൽ ചെയ്തു. ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരിക്കെ അച്ചടക്ക നടപടിയെടുത്തതിന് തന്നെ അധിക്ഷേപിക്കാൻ ദിബിൻ ഇടവണ്ണ ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് നീക്കം നടത്തുന്നുവെന്ന് ADGP S. ശ്രീജിത്ത്. 2023 ഒരു സ്ത്രീപീഡന കേസിൽ പ്രതിയായ
എൻ്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു AMBAയെ ഞാൻ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ ആധാരമാക്കിക്കൊണ്ട് യാതൊരു വെരിഫിക്കേഷനും നടത്താതെ ന്യൂസ് മലയാളം ചാനൽ അത് ഇന്നലെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അത് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലും എനിക്കെതിരെയുള്ള വലിയൊരു ആരോപണമായിട്ട് അവർ ഉയർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ ചാനലിലെ ഈ വാർത്ത കൊടുത്ത ആളുകളും ഈ വാർത്തയ്ക്ക് ഹേതുവായ കമൻ്റ് ഇട്ട ഈ വ്യക്തിയും നിയമപരമായ നടപടി നേരിട്ടിട്ട് അവർക്ക് എതിരെയുള്ള നടപടികളിൽ അവർക്ക് ഈ സത്യം തെളിയിക്കാൻ അവർക്ക് സാധിച്ചില്ലെങ്കിൽ അവരെ തുറങ്കിലടക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2023 എസ് ശ്രീജിത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരിക്കെ ദിബിൻ ഇടവണ്ണയ്ക്കെതിരെ യുവതി പീഡന പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. പിന്നാലെ കതിരൂർ പോലീസ് കേസെടുത്തതോടെ ദിബിനെതിരെ അച്ചടക്ക ലംഘനത്തിന് നടപടിയെടുത്തു. ലൈസൻസ് ആവശ്യവുമായി എത്തിയ യുവതിയോട് ലൈംഗിക ആവശ്യങ്ങൾക്ക് ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു കേസ്. മറ്റൊരു വിഷയത്തിൽ ദിബിൻ നിലവിൽ സസ്പെൻഷനിലാണ്. സർവീസ് ചട്ടം മറികടന്ന് കോച്ചിംഗ് സെന്റർ നടത്തുകയും ഔദ്യോഗിക യൂണിഫോമും വാഹനവും ഉപയോഗിച്ച് പരസ്യം ചെയ്തതിനുമാണ് ഇപ്പോഴത്തെ നടപടി. 24 തിരുവനന്തപുരം. ഓപ്പറേഷൻ സിന്ദൂറിൽ മുൻനിരയിലുണ്ടായിരുന്ന കേണൽ സോഫിയ ഖുറേഷിയെ അധിക്ഷേപിച്ച മധ്യപ്രദേശ് BJP മന്ത്രിക്കെതിരെ വ്യാപക പ്രതിഷേധം. മന്ത്രി വിജയ് ഷായെ പുറത്താക്കാൻ BJP തയ്യാറാകണമെന്നും കേസെടുക്കണമെന്നും കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു. और जिन्होंने हमारी बेटियों के सिंदूर उजाड़े थे वही कटे पिटे लोगों को हमने उन्हीं की बहन भेज करके उनकी ऐसी की तैसी करवाई. एक बार मोदी जी के लिए जोरदार ताली बजाएं. മധ്യപ്രദേശിലെ ഇൻഡോറിൽ നടന്ന പരിപാടിക്കിടെയാണ് വിജയ് ഷായുടെ വിവാദ പ്രസംഗം. മുതിർന്ന BJP നേതാക്കളടക്കം വേദിയിലിരിക്കെയായിരുന്നു പ്രസംഗം. ഇതിന്റെ വീഡിയോ കോൺഗ്രസ് മധ്യപ്രദേശ് അധ്യക്ഷൻ ട്വിറ്ററിൽ പങ്കുവച്ചതോടെയാണ് സംഭവം വിവാദമായത്. ഒരു മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചുള്ള വിഷലിപ്തമായ പ്രസംഗമാണിതെന്നും മന്ത്രിയെ പുറത്താക്കാൻ BJP നേതൃത്വം തയ്യാറാകണമെന്നും പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു. മധ്യപ്രദേശിലെ BJP മന്ത്രി വിജയ് ഷായുടെ പ്രതികരണം അത്യന്തം വിഷലിപ്തമാണ്. തിരക്ക് പിടിച്ച് അദ്ദേഹത്തെക്കുറിച്ച് ഒരു ഖേദപ്രകടനം നടത്തിച്ചു എന്നല്ലാതെ ഇതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ വിജയ് ഷായെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയാണ് ചെയ്യേണ്ടത്. അത് മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം. അവർ നമ്മുടെ സഹോദരിമാരാണെന്നും പ്രസംഗത്തെ തെറ്റിദ്ധരിക്കരുതെന്നുമാണ് വിജയ് ഷായുടെ വിശദീകരണം. 24 ഡൽഹി. ഈ വിഷയത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ ഒരു പരാമർശം കൂടി വരുന്നുണ്ട്. BJP നേതാവിൻ്റെ പേര് പരാമർശിക്കാതെയാണ് ഈ പരാമർശത്തെ, ഈ പ്രസംഗത്തെ വിജയ് റാഹത്കർ അപലപിച്ചത്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇത്തരം പരാമർശങ്ങൾ അത് അപലപിക്കേണ്ടതാണ് എന്നതായിരുന്നു വനിതാ കമ്മീഷന്റെ പ്രതികരണം. പക്ഷേ ഈ വിഷയത്തിൽ എന്തെങ്കിലും നടപടിയോ നിർദ്ദേശമോ ഒന്നും ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. കളമശ്ശേരി സ്ഫോടനക്കേസ് പ്രതി ഡൊമിനിക് മാർട്ടിനെതിരെ മൊഴി നൽകരുത് എന്ന് ഭീഷണി സന്ദേശം. മലേഷ്യൻ നമ്പറിൽ നിന്നാണ് യഹോവ സാക്ഷികൾക്ക് വധഭീഷണി എത്തിയത്. ആലുവ സൈബർ പോലീസും കളമശ്ശേരി പോലീസും കേസെടുത്ത് അന്വേഷണം തുടങ്ങി. 8 പേർക്കാണ് കളമശ്ശേരി ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ജീവൻ നഷ്ടമായത്. അന്ന് മുതൽ ആരംഭിച്ച ആ ദുരൂഹത ഇപ്പോഴും അവസാനിക്കുന്നില്ല. മലേഷ്യയിൽ നിന്നുള്ള ഈ സന്ദേശം പോലും ആ ദുരൂഹതയുടെ തുടർച്ചയാണ്. തിങ്കളാഴ്ച രാത്രി 9:57ഓടെയാണ് യഹോവ സാക്ഷിയായ ശ്രീകുമാറിന്റെ മൊബൈൽ ഫോണിലേക്ക് മലേഷ്യയിൽ നിന്നൊരു വാട്സാപ്പ് സന്ദേശം എത്തിയത്. കളമശ്ശേരി സ്ഫോടനക്കേസ് പ്രതി ഡൊമിനിക് മാർട്ടിനെതിരെ മൊഴി നൽകരുതെന്നും നൽകുന്നവരെ വധിക്കുമെന്നുമായിരുന്നു സന്ദേശം. പിന്നാലെ പരാതി നൽകി. BNS 196, 351, 3 വകുപ്പുകൾ പ്രകാരമാണ് കളമശ്ശേരി പോലീസും സൈബർ പോലീസും പരാതിയിൽ കേസെടുത്തത്. ഫോൺ കോളിന്റെ ഉറവിടം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു. 2023 യഹോവ സാക്ഷികൾ കളമശ്ശേരിയിൽ നടത്തിയ കൺവെൻഷനിടയിലായിരുന്നു സ്ഫോടനം നടന്നത്. കേസിൽ കഴിഞ്ഞ വർഷം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഡൊമിനിക് മാർട്ടിന്റെ വിദേശ ബന്ധങ്ങളിലടക്കം അന്വേഷണം പുരോഗമിക്കുകയാണ്. വിചാരണയും ഉടൻ ആരംഭിക്കും. ഇതിനിടയിലെത്തിയ ഈ സന്ദേശം അതീവ ഗൗരവത്തോടെയാണ് പോലീസ് നോക്കിക്കാണുന്നത്. കൃത്യമായി അന്വേഷണവും ഉണ്ടാകും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. സംസ്ഥാനത്ത് റേഷൻ വാതിൽപ്പടി സേവനം മുടങ്ങി. വേതനം ലഭിക്കാതെ ആയതോടെ റേഷൻ കരാറുകാർ സമരത്തിലാണ്. സർക്കാർ നൽകാനുള്ളത് 125 കോടിയോളം രൂപയെന്ന് കരാറുകാർ പറയുന്നു. ഓരോ മാസവും വാതിൽപ്പടി സേവനം നടത്തുന്ന കരാർ തുക അടുത്ത മാസം 10-ന് മുമ്പ് നൽകണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ കഴിഞ്ഞ 4 മാസമായി 1 രൂപ പോലും കരാറുകാർക്ക് ലഭിച്ചിട്ടില്ല. ഇതോടെ സർക്കാർ കരാർ വ്യവസ്ഥ ലംഘിച്ചു എന്നാണ് ആരോപണം. ജനുവരി മുതൽ ഏപ്രിൽ വരെ റേഷൻ കടകളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ച ഇനത്തിൽ 125 കോടി രൂപയാണ് സംസ്ഥാനത്ത് ആകെ നൽകാനുള്ളത്. പണം കടം വാങ്ങി സേവനം നടത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് സമരം പ്രഖ്യാപിച്ചത്.
ഇതോടെ ഈ മാസത്തെ റേഷൻ കടകളിലേക്കുള്ള വിതരണം തടസ്സപ്പെട്ടു. സമരം തുടർന്നാൽ മെയ് മാസത്തെ റേഷൻ വിതരണം അവതാളത്തിലാകും. എന്നാൽ സമരം ആരംഭിച്ചിട്ടും സർക്കാർ ഇടപെട്ടിട്ടില്ല. തുടർച്ചയായ 5ാം തവണയാണ് വാതിൽപ്പടി സേവനം നടത്തുന്ന റേഷൻ കരാറുകാർ സമരം നടത്തുന്നത്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇനി കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇതോടെ വാർത്താമഴ അവസാനിക്കുന്നു.